കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പാതകളിൽ നമുക്ക് വെളിച്ചം പകരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ നിരാശകളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 93 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 94ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസവും ശിശുപാലകനും എന്നുള്ള വിഷയമാണ്. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 26 വരെ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. പ്രിയമുള്ളവരെ, ഉപദേശ പിശകുകളുടെ ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദുരുപദേശങ്ങളുടെ ഉരാക്കുടുക്കുകളിൽ അനേകർ കുടുങ്ങിക്കിടക്കുന്ന കാലം. സത്യം തിരിച്ചറിയുവാനോ ദുരുപദേശങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനോ ഇന്ന് മനുഷ്യന് മനസ്സില്ലാതിരിക്കുന്ന കാലം. തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന തെറ്റിനെ ന്യായീകരിക്കുവാൻ ഏതറ്റം വരെ പോകാനും ഇന്ന് മനുഷ്യൻ തയ്യാറാണ്. അനേകരും ഇന്ന് അറിഞ്ഞും അറിയാതെയും സത്യത്തിന് തടവറ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വിഭാഗം ജനത്താൽ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം. സത്യം അനുസരിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ ധാരാളം മുട്ടാത്തർക്കങ്ങൾ പറയാറുണ്ട്. അത്തരത്തിൽ വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതെ അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങളകപ്പെട്ടിരിക്കുന്ന തെറ്റിനെ ന്യായീകരിക്കുവാൻ സാധാരണ ഉദ്ധരിക്കാറുള്ളൊരു വേദഭാഗമാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. ഗലാത്യർ 3:24 മുതൽ 26 വരെ. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? അതായത്, വിശുദ്ധ ദിവസത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതെ അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി വേദപുസ്തകത്തിൽ നിന്നും പല ഭാഗങ്ങളും ഉദ്ധരിക്കാറുണ്ട്. അത്തരത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഗലാത്യർ 3:24 മുതൽ 26 വരെ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇപ്പൊ പുതിയ നിയമസഭ ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്ന് സ്ഥാപിക്കുവാൻ ആധുനിക ഉപദേഷ്ടാക്കന്മാർ ഉപയോഗിക്കുന്നൊരു വാക്യമാണ് ഈ വാക്യം. ദൈവജനത്തെ അനുസരണക്കേടിലേക്ക് വീഴ്ത്തിയിരിക്കുന്ന പദപ്രയോഗമാണ് ശിശുപാലകന്റെ കീഴിലല്ല എന്നുള്ളത്. അനേകരെ അനുസരണക്കേടിൽ വീഴ്ത്തിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ശിശുപാലകന്റെ കീഴിലല്ല എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ പലരാലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണിത്. അപ്പൊ ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകനാണെന്നും കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതോടുകൂടി ശിശുപാലകന്റെ ദൗത്യം തീർന്നുവെന്നും അതിനാൽ നാം ഇനി 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല എന്നും പഠിപ്പിക്കുക വഴി ആ 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ പ്രമാണമാകുന്ന വിശുദ്ധ ശബദ നാം അനുസരിക്കേണ്ടതില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു വലിയ തന്ത്രമാണ് ഇതിന്റെ പിന്നിൽ. ഇപ്പൊ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകന, അത് കർത്താവ് വന്നതോടുകൂടി അത് മാറിപ്പോയി, നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല എന്ന് പറയുമ്പോൾ 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ വിശുദ്ധ ശബദം. അപ്പൊ അതൊന്നും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള മാനുഷിക തന്ത്രമാണ് ഇതിന്റെ പിന്നില്. നാം തിരുവചനം ശരിക്കും പഠിച്ചാൽ പ്രിയമുള്ളവരെ, ന്യായപ്രമാണം പ്രധാനമായിട്ടും 2 ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ദൈവം തന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി തന്ന ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം. രണ്ടാമതായിട്ട് ഈ ന്യായപ്രമാണം ലംഘിച്ച് പാപം ചെയ്യുന്ന ഒരുവൻ എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം
ഏതൊക്കെ യാഗങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ദൈവം മോശയെ കൊണ്ടൊരു പുസ്തകത്തിൽ എഴുതിച്ച മോശികനായ പ്രമാണം. അപ്പോൾ ഒന്ന്, ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി നേരിട്ട് തന്നു കൽപ്പലകയിൽ. രണ്ട്, ഒരു പുസ്തകത്തിൽ മോശയെ കൊണ്ട് എഴുതിച്ചു. അപ്പോൾ ഒന്ന്, 10 കൽപ്പനയായ പ്രമാണം പാപം എന്താണെന്ന് വിശദീകരിക്കുന്നു. രണ്ട്, പാപത്തിന് പ്രതിവിധി എന്താണെന്ന് വിശദീകരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം. ഇങ്ങനെ ന്യായപ്രമാണം പ്രധാനമായിട്ടും രണ്ടുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എങ്ങനെ തെളിയിക്കാൻ പറ്റും? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദാനിയേൽ 9:11 ശ്രദ്ധിച്ച് കേട്ടാൽ പിടികിട്ടും. ഇസ്രായേലൊക്കെയും അങ്ങയുടെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി അങ്ങയുടെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടുത്തോട് പാപം ചെയ്യുകയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഇസ്രായേലൊക്കെയും അങ്ങയുടെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി അങ്ങയുടെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടുത്തോട് പാപം ചെയ്യുകയാൽ, ഇങ്ങനെ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ലംഘിച്ച് പാപം ചെയ്യുകയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇസ്രായേലൊക്കെയും അങ്ങയുടെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി അങ്ങയുടെ ന്യായപ്രമാണം ലംഘിച്ച്, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടുത്തോട് പാപം ചെയ്യുകയാൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ലംഘിച്ച് പാപം ചെയ്യുകയാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം നേരിട്ട് എഴുതി കൊടുത്ത 10 കൽപ്പനയായ ന്യായപ്രമാണം പാപം എന്താണെന്ന് വിശദീകരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പോൾ പാപം എന്താണെന്ന് വിശദീകരിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണമാണ്. ഇത് ലംഘിച്ചാലോ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവുമാണെയും. അപ്പം അതിനകത്ത് ഇത് ലംഘിക്കുന്നതിനുള്ള ശിക്ഷ, അതിനുള്ള പ്രതിവിധിയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ന്യായപ്രമാണം പ്രധാനമായിട്ടും രണ്ടുണ്ടെന്ന് പിടികിട്ടി. ഇതിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ തന്നെ കാൽവരി ക്രൂശിന് നിഴലായിരുന്ന പ്രമാണങ്ങളുമുണ്ട്, കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്ന പ്രമാണങ്ങളുമുണ്ട്. ശ്രദ്ധിക്കണമേ, മോശയുടെ ന്യായപ്രമാണത്തിൽ കാൽവരി ക്രൂശിന് നിഴലായി മാറിപ്പോകേണ്ടിയിരുന്ന പ്രമാണങ്ങളും കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്ന പ്രമാണങ്ങളുമുണ്ട്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിൽ നിഴലായിരുന്ന പ്രമാണങ്ങൾ കാൽവരി ക്രൂശിൽ നിറവേറിയതുകൊണ്ട് അത് നാം ഇന്നനുസരിക്കേണ്ടതില്ല. ഉദാഹരണമായിട്ട് യാഗങ്ങൾ, ശുദ്ധീകരണ ആചാരങ്ങൾ, പൗരോഹിത്യം, ഉത്സവങ്ങൾ, പരിച്ഛേദന മുതലായവ. കാരണം ഇവയ്ക്ക് സൽഗുണപൂർത്തി വരുത്തുവാനുള്ള കഴിവില്ലായിരുന്നു. എബ്രായ ലേഖനം 10:1 വായിക്കുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിവുള്ളതല്ല. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ യാഗങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, ശുദ്ധീകരണ നിയമങ്ങൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഇതൊക്കെ എന്താണ്? കാൽവരി ക്രൂശിന് നിഴലായിരുന്നു. എന്നാൽ കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നതും പ്രമാണങ്ങളും മോശികനായ പ്രമാണത്തിലുണ്ട്. പുസ്തകപ്രവൃത്തികൾ 15:19-20. പുസ്തകപ്രവൃത്തികൾ 15:19-20. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത് എന്നിവ പരസംഗം എന്നിവ വർജിച്ചിരിക്കണമെന്ന് അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത് ഇതൊന്നും ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്നു? മോശികനായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ അവ കാൽവരി ക്രൂശ് കടന്ന് എവിടെ വന്നിരിക്കുന്നു? പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവ പുതിയ നിയമത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നിഷേധിക്കാനാകാത്ത പരമാർത്ഥമാണ്. എന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ കാൽവരി ക്രൂശിന് നിഴലായിരുന്ന ആചാരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ള കാലാവധിയുമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തോടുകൂടി കാൽവരി ക്രൂശിന് നിഴലായിരുന്നവയെല്ലാം മാറിപ്പോയി. ഗലാത്യർ 3:23-25 വരെ വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ന്യായപ്രമാണത്തിന് കീഴിലല്ല, ഇനി ശിശുപാലകന്റെ കീഴിലല്ല. അപ്പം നമുക്ക് ഇവിടെ കർത്താവായ യേശുക്രിസ്തു എന്ന വാഗ്ദത്ത മശിഹ വരുന്നത് വരെ യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിൽ നമ്മളെ സൂക്ഷിച്ചിരുന്ന മോശിക ന്യായപ്രമാണങ്ങളുണ്ട്.
അവയാണ് ശിശുപാലകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തോടുകൂടെ ശിശുപാലകന്റെ ദൗത്യം തീർന്നു. അപ്പം ഇവിടെ അപ്പോസ്തലൻ കാലത്തെ രണ്ടായിട്ട് വിധിക്കുകയാണ്. വിശ്വാസം വരും മുമ്പുള്ള കാലവും വിശ്വാസം വന്നതിന് ശേഷമുള്ള കാലവും. ഓക്കെ, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിട്ട് ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരുന്നു. അതായത് ഈ രണ്ട് കാലത്തിനും മധ്യത്തിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്ക് വിശ്വാസം വരുന്നതിന് മുമ്പുള്ള കാലവും വിശ്വാസം വന്നതിന് ശേഷമുള്ള കാലവും ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം മശിഹ വന്ന് പാപപരിഹാരം വരുത്തും എന്ന വിശ്വാസത്തോടെയാണ് പഴയ നിയമ ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചിരുന്നതും യാഗങ്ങളും കർമ്മങ്ങളും മറ്റും ചെയ്തിരുന്നതും. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ 4000 വർഷത്തോളം ന്യായപ്രമാണം, ശിശുപാലകനായിരുന്ന ന്യായപ്രമാണത്തിന്റെ ദൗത്യം നിറവേറ്റി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനായിട്ട് ന്യായപ്രമാണം ജനത്തെ വിശ്വാസത്തിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അപ്പൊ നമ്മൾ യാഗം കഴിക്കുന്ന ഒരു വ്യക്തി എന്താ വിശ്വസിച്ചിരുന്നത്? മശിഹ വന്ന് പാപത്തിന് പരിഹാരം വരുത്തും. ആ വിശ്വാസത്തിലെ യാഗം കഴിച്ചിരുന്നത്. അത് യേശുക്രിസ്തു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണം വരെയായിരുന്നു ഈ യാഗത്തിന്റെ കാലാവധി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കാൽവരി ക്രൂശിന് നിഴലായിരുന്ന പ്രമാണങ്ങൾ കാൽവരി ക്രൂശോടെ നിഴൽ മാറിപ്പോയി. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിട്ട് ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരുന്നു. വിശ്വാസം വന്ന ശേഷമോ, ഗലാത്യർ 3:25, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. അപ്പൊ ആരാണ് ഈ ശിശുപാലകൻ? അപ്പൊ നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവം മോശയിലൂടെ നൽകിയതും കർത്താവിന്റെ കാൽവരി ക്രൂശിന് നിഴലായിരുന്നതുമായ യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ അടങ്ങിയ മോശയിക ന്യായപ്രമാണത്തെയാണ് ശിശുപാലകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മൾ പഴയ നിയമ കാലഘട്ടം പഠിക്കുമ്പോൾ ധനികന്മാരുടെ വീടുകളിൽ ശിശുപാലകന്മാരുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ജോലി? ധനികനായ മനുഷ്യന്റെ മകനെ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുക, അപകടങ്ങൾപ്പെടാതെ സൂക്ഷിക്കുക, കുസൃതി കാട്ടാതെ സൂക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു ശിശുപാലകന്റെ ജോലി. ഓക്കെ, അതുപോലെ മോശയികനായ പ്രമാണം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലുള്ള മരണം വരെ ജനത്തെ മശിഹയിലുള്ള വിശ്വാസത്തിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. അതായത് ശിശുപാലകന്റെ ജോലി ചെയ്തിരുന്നു. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നതോടുകൂടി ശിശുപാലകനായിരുന്ന ന്യായപ്രമാണം അതിന്റെ ദൗത്യം കർത്താവിനെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം വന്ന ശേഷമോ ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം അവിടുത്തെ മക്കളാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നത്തെ ആധുനിക ഉപദേഷ്ടാക്കന്മാർ എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകനായിരുന്നു എന്നും യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടി ശിശുപാലകനായിരുന്ന ന്യായപ്രമാണം 10 കൽപ്പന ന്യായപ്രമാണം മാറിപ്പോയെന്നും നാം ഇനി ഇത് അനുസരിക്കേണ്ടതില്ല എന്നും പഠിപ്പിക്കുന്നു. ഇത് ശരിയാണോ? നാം ഒരു കാര്യം മനസ്സിലാക്കണം. 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകനാണെങ്കിൽ അത് പുതിയ നിയമത്തിൽ കാണാൻ പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ വാചകം പിടി കിട്ടിയോ? 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകനാണെങ്കിൽ അത് എവിടെ കാണാൻ പാടില്ല? പുതിയ നിയമത്തിൽ കാണാൻ പാടില്ല. 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശിശുപാലകനല്ല. നമുക്ക് തിരുവചനം പഠിച്ചു നോക്കാം. 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന എന്താ പറയുന്ന? പുറപ്പാട് 20:1 മുതൽ 3 വരെ. അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇതാ ഒന്നാമത്തെ പ്രമാണം. ഇത് പുതിയ നിയമത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതെന്തല്ല? ശിശുപാലകനല്ല. നമ്മൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഒന്നാമത്തെ കൽപ്പന കാൽവരി ക്രൂശ് കടന്ന് എവിടെ വന്നിരിക്കുന്നു? പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തല്ല? ശിശുപാലകനല്ല. രണ്ടാമത്തെ പ്രമാണം എന്താ പറയുന്നത്? പുറപ്പാട് 20:4 ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലവരെ മറവരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം വിഗ്രഹാരാധന തെറ്റാണെന്ന് 2-ാമത്തെ പ്രമാണം പറയുന്നു. ഇത് പുതിയ നിയമത്തിലുണ്ടോ? പുതിയ നിയമത്തിലുണ്ടെങ്കിൽ അത് ശിശുപാലകനല്ല. നമ്മൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ. അപ്പൊ 2-ാമത്തെ പ്രമാണവും കാൽവരി ക്രൂശ് കടന്ന് എവിടെ വന്നിരിക്കുന്നു?
പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രമാണവും ശിശുപാലകനല്ല. ഇനി മൂന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് പുറപ്പാട് 27 നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇത് പുതിയ നിയമത്തിൽ കാണുന്നുണ്ടോ? യാക്കോബ് 5:12 വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി 23:22 സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ മുതലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. അപ്പം നമ്മൾ ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള ആ പ്രമാണം കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ പ്രമാണം എന്തല്ല? ശിശുപാലകനല്ല. ഇനി നാലാമത്തെ പ്രമാണം എന്താ? നാലാമത്തെ പ്രമാണം പുറപ്പാട് 20:8 മുതൽ 11 വരെ ശബത്ത് നാളിലെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അപ്പോൾ നാലാമത്തെ പ്രമാണം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പ്രമാണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ശിശുപാലകനായിരുന്ന ഈ പ്രമാണം മാറിപ്പോയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? യേശുവോ ശിഷ്യന്മാരോ ഒരിക്കലും തിരുവചനത്തിൽ എങ്ങും പറഞ്ഞില്ല കർത്താവിന്റെ കാലം കഴിയുമ്പോൾ വിശുദ്ധ ശബത് മാറി ഞായറാഴ്ച ആചാരം വരുമെന്ന് യേശു പഠിപ്പിച്ചില്ല. എന്നാൽ യേശു ഒരു കാര്യം പറഞ്ഞു. മത്തായി 24:20 എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക ശബത്തിലോ ശീതകാലത്തോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ഇതെപ്പോ പറഞ്ഞതാ? കർത്താവ് യേശുക്രിസ്തു 2-ാം വരവിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ യെരൂശലേമിന്റെ നാശത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു പറഞ്ഞതാ. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് AD 70 യെരൂശലേം നശിപ്പിക്കപ്പെടുന്നത്. അന്ന് നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന് ശേഷവും എന്തുണ്ടായിരിക്കുമെന്ന യേശു മുൻകൂട്ടി പറഞ്ഞത്? വിശുദ്ധ ശബത്ത് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നാലാമത്തെ പ്രമാണവും കാൽവരി ക്രൂശ് കടന്ന് എവിടെ വന്നിരിക്കുന്നു? പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അത് ശിശുപാലകനാണോ? ഒരിക്കലുമല്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 26:11 അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്നവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇവിടെ ആരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം, എവിടെ ചെന്നാ ഉപദ്രവിച്ചത്? പള്ളികൾ തോറും ചെന്ന്, സിനഗോഗുകളിൽ. ആരെ ഉപദ്രവിച്ചു? ക്രിസ്ത്യാനികളെ. എന്ന് ഉപദ്രവിച്ചു? കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം. ആരെ ഉപദ്രവിച്ചു? ക്രിസ്ത്യാനികളെ. എവിടെ ചെന്ന്? സിനഗോഗുകളിൽ ചെന്ന്. എന്റെ ചോദ്യം, സിനഗോഗുകളിൽ എന്ന ആരാധന? വിശുദ്ധ ശബത്തില്. അപ്പൊ സിനഗോഗുകളിൽ ക്രിസ്ത്യാനികൾ എങ്ങനെ വന്നു പൗലോസിനെ ഉപദ്രവിക്കാൻ? അന്ന് 1-ാം നൂറ്റാണ്ടിൽ, ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരേ ആരാധനാ സ്ഥലവും ഒരേ ആരാധനാ ദിവസവുമായിരുന്നു. വിശുദ്ധ ശബത്തിലായിരുന്നു ക്രിസ്ത്യാനികൾ ആരാധിച്ചിരുന്നത്. അതുകൊണ്ടാണ് പൗലോസിന് സിനഗോഗിൽ ചെന്ന് ക്രിസ്ത്യാനികൾ ഉപദ്രവിച്ചത്. അപ്പൊ എന്തോ മനസ്സിലായി? നാലാമത്തെ പ്രമാണം കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അതായത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരേ ആരാധന സ്ഥലവും ഒരേ ആരാധന ദിവസവുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത്? നാലാമത്തെ പ്രമാണം കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ നാലാമത്തെ പ്രമാണം ശിശുപാലകനാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി 5-ാമത്തെ കൽപ്പന എന്ത് പറയുന്നു? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് പുതിയ നിയമത്തിലുണ്ടോ? എഫെസ്യ ലേഖനം 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അപ്പൊ 5-ാമത്തെ പ്രമാണം കാൽവരി ക്രൂശ് കടന്ന് എവിടെ വന്നിരിക്കുന്നു? പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നു. 6-ാമത്തെ പ്രമാണം എന്താണ്? കൊല ചെയ്യരുത്. ഇത് പുതിയ നിയമത്തിലുണ്ടോ? മത്തായി 5:21 പറയുന്നു കൊല ചെയ്യരുത്. അപ്പൊ അത് ശിശുപാലകനല്ല. 7-ാമത്തെ പ്രമാണം എന്ന് പറയുന്നു വ്യഭിചാരം ചെയ്യരുത്. ഇത് പുതിയ നിയമത്തിലുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 വ്യഭിചാരം ചെയ്യരുത്. അപ്പൊ ഇത് ശിശുപാലകനാണോ? അല്ല, അത് പുതിയ നിയമത്തിലുണ്ട്. 8-ാമത്തെ പ്രമാണം എന്ന് പറയുന്നു മോഷ്ടിക്കരുത്. ഇത് പുതിയ നിയമത്തിലുണ്ടോ? റോമാലേഖനം 2:21 മോഷ്ടിക്കരുത്. അപ്പൊ ശിശുപാലകനാണോ? അത് അല്ല, അത് പുതിയ നിയമത്തിലുണ്ട്. 9-ാമത്തെ പ്രമാണം എന്ന് പറയുന്നു കള്ളസത്യം ചെയ്യരുത്. അത് പുതിയ നിയമത്തിലുണ്ടോ? മത്തായി 5:23 കള്ളസത്യം ചെയ്യരുത്.
അപ്പൊ ശിശുപാലകരാണോ? അല്ല. 10ാമത്തെ പ്രമാണം എന്ത് പറയുന്നു? മോഹിക്കരുത്. അത് പുതിയ നിയമത്തിലുണ്ടോ? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-6 വാക്യം, നാം ദുർമോഹികളാകരുത്. പ്രിയമുള്ളവരെ, ഈ 10 കൽപ്പനകളിലെ എല്ലാ കൽപ്പനകളും കാൽവരി ക്രൂശ് കടന്ന പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ശിശുപാലകനല്ല. ശിശുപാലകനാണെങ്കിൽ പുതിയ നിയമത്തിൽ കാണാൻ പാടില്ല. എന്നാൽ 10 കൽപ്പനകളും പുതിയ നിയമത്തിൽ കാണുന്നത് കൊണ്ട് അത് ശിശുപാലകനല്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന് നിഴലായിരുന്ന കർമ്മങ്ങളും ആചാരങ്ങളും യാഗങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ അടങ്ങിയ മോശൈകനായ പ്രമാണത്തെയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തിലെ 4ാമത്തെ കൽപ്പനയാകുന്ന വിശുദ്ധ ശബത്ത് അനുസരിക്കുവാൻ നമ്മൾ ഇന്നും ബാധ്യസ്ഥരാണ്. കാരണം മനുഷ്യവർഗത്തിന് ദൈവം ഒരൊറ്റ വിശുദ്ധ ദിവസത്തെ മാത്രമേ നൽകിയിട്ടുള്ളൂ. വേദപുസ്തകത്തെ ഒരു വാക്യത്തിൽ പോലും നാം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച ആരാധിക്കണമെന്ന് ഉപദേശമില്ല. കർത്താവോ ശിഷ്യന്മാരോ അങ്ങനെ പഠിപ്പിച്ചില്ല. കർത്താവിൻ്റെയോ ശിഷ്യന്മാരുടെയോ ഉപദേശം ഇല്ലാതെ, വേദപുസ്തകത്തിൻ്റെ പിൻബലമില്ലാതെ മനുഷ്യൻ നടപ്പിലാക്കിയിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് പിശാച് മനുഷ്യന് വച്ച് നീട്ടിയ ആചാരമാണ്. ദൈവം എന്ത് സ്ഥാപിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആര് സ്ഥാപിച്ചിട്ടുണ്ട്? പിശാച് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ പിടികിട്ടും. ദൈവം പറയുന്നതിൻ്റെ നേരെ വിപരീത ഉപദേശം പിശാച് സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഭൂരിപക്ഷവും ആ വിപരീത ഉപദേശങ്ങളിലൂടെയാണ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പിടികിട്ടും. ദൈവം പറയുന്നതിൻ്റെ നേരെ വിപരീതം. ഒരൊറ്റ മധ്യസ്ഥനെ ഉള്ളെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ മനുഷ്യൻ ധാരാളം മധ്യസ്ഥന്മാരെ വിളിക്കുന്നു. വിഗ്രഹം ഉണ്ടാക്കരുത്, ആരാധിക്കരുത് വചനം പറയുമ്പോൾ ആലയങ്ങളും വീടുകളും എല്ലാം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കുക സ്നാനം ഏൽക്കുകയും ചെയ്യണമെന്ന് വചനം പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നു. നോക്കിക്കുക, എല്ലാം വിപരീതമാണ്. ഏത് ഉപദേശം എടുത്താലും നേരെ വിപരീതം. വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ വേണ്ട, ഞായറാഴ്ച മതി. ലോകം പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നാം വഞ്ചനയിലകപ്പെടരുത്. ആധുനിക ഉപദേഷ്ടാക്കന്മാർ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തെ ശിശുപാലകനായിട്ട് ചിത്രീകരിച്ച് മനുഷ്യനെ ദൈവകൽപ്പനയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം വഞ്ചിക്കപ്പെടാതെ ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നല്ല തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മനസാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെന്ന് പറഞ്ഞാൽ യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ട്. എങ്കിൽ മാത്രമേ പ്രത്യാശയ്ക്ക് വകയുള്ളൂ. അപ്രകാരം ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ശിശുപാലകനല്ലെന്നും അത് കാൽവരി ക്രൂശ് കടന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു എന്നും അടിയങ്ങൾ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമാകുന്ന വിശുദ്ധ ശബത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ലോകമനുസരണക്കേടിൽ കിടക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും വിശാലമായ വഴിയിലൂടെ നാശത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാൻ അനേകരെ കർത്താവ് ഒരുക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവരോടും കർത്താവ് മനസ്സലിയണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. എല്ലാ സ്വർഗീയ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനം ശരിക്കും മനസ്സിലാക്കി സത്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം?
ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.